ഹലോ, ഇന്നൊരു ദം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.25 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതിട്ടിട്ട് നന്നായി തിരുമ്മി ഒരു ഇഡ്ഡലി കുക്കറിലിട്ടിട്ട് ആവി കയറ്റാൻ വെച്ച്. അതിനുശേഷം ഇതിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, ഉള്ളി ഇതൊക്കെ എടുത്ത് 1.25 കിലോന് 6 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ചു. അപ്പോഴത്തേക്കിനും നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഈ വെള്ളം കൂടി നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്നുണ്ട്. പിന്നെ 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പട്ടയും ഗ്രാമ്പും ഏലക്കായ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് ഞാൻ ഒരു പാത്രമാണ് അരി അളന്ന പാത്രത്തിലേക്ക് 2 പാത്രം ഈ ചിക്കൻ വേവിച്ച വെള്ളവും കൂടി എടുത്തിട്ട് 2 പാത്രം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ല തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെക്കണം. ഒരു വിസിൽ അടുപ്പിക്കണം. ഒരു വിസിൽ അടുപ്പിച്ചിട്ട് നമ്മൾ ഓഫാക്കിയിട്ട് വിസിൽ കുറച്ച് കളയണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1.25 കിലോ ഇതിൽ നിറഞ്ഞ് നിൽക്കുകയാണല്ലോ, അപ്പോൾ തിങ്ങി വേവ് അധികമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വിസിൽ കളയുക. അതിനുശേഷം നമ്മൾ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടിയും കൂടി അരച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് നീളത്തിന് കീറിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പും ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുളിക്കനുസരിച്ചാണ് തൈര് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി ഏകദേശം മസാല ആയിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചോറ് വിസിൽ കളഞ്ഞിട്ട് ചോറും പിന്നെ കളറും മല്ലിച്ചപ്പും നെയ്യും കൂടി ലെയറായിട്ട് തൂവിക്കൊടുത്തു. ബിരിയാണി റെഡി.